ഹായ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ സിമ്പിളായിട്ടുള്ളൊരു ഉച്ചയൂണാണ്. ഇതിൽ നല്ല അടിപൊളിയായിട്ടുള്ള 2 റെസിപ്പീസ് കാണിക്കുന്നുണ്ട്. ഒന്ന് നമ്മുടെ കണ്ണൂർ ഭാഗത്തൊക്കെ കല്യാണ വീട്ടിൽ കൊടുക്കുന്ന അച്ചാർ, അതുപോലെ ഒരു ഗ്രീൻ പീസ് കുറുമ. അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെയുണ്ട് നോക്കാം. ആദ്യം തന്നെ നമ്മൾ നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. നെയ്ച്ചോറും കറിയാണെന്നുള്ളത്. അപ്പോൾ ആദ്യം പാൻ അടുപ്പത്ത് വെച്ച് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു, അതുപോലെ 1 ടീസ്പൂൺ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു. ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു സവാളയുടെ പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് അരി കൊണ്ടാണ് ഞാൻ ചോറ് വെക്കുന്നത്, അതുകൊണ്ടാണ് ഒരു സവാളയുടെ പകുതി എടുത്തത് കേട്ടോ. ചെറിയ ക്വാണ്ടിറ്റിയിലേ ചെയ്യുന്നുള്ളൂ. 2 കപ്പ് അരി ആണെങ്കിലും ഇത് തന്നെ മതി കേട്ടോ, ഒരു സവാളയുടെ പകുതി മതി. ഒരു കഷ്ണം പട്ട ഇട്ട് കൊടുത്തു, 3 ഏലക്കായ ഇട്ട് കൊടുത്തു, അതുപോലെ 3 ഗ്രാമ്പൂ ഇട്ട് കൊടുത്തു. എണ്ണയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് കരിഞ്ഞു പോവണ്ട സവാളയൊന്നും. ഉള്ളി ഒരു പകുതി ഒക്കെ മൂപ്പായി വരുമ്പോൾ അതിലേക്ക് ഉണക്കമുന്തിരി ഇട്ട് കൊടുത്തു. അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കുക. അതിന് രണ്ടും ഇട്ടില്ലെങ്കിലും ടേസ്റ്റിനൊരു വ്യത്യാസം വരില്ല. ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത്, അതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വീർത്ത് വരുമ്പോൾ നമ്മൾ കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുകയാണ്. നേരത്തെ തന്നെ കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇതിലിട്ടിട്ട് ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ചോറ് നല്ല ടേസ്റ്റ് കൂടും. ഒരു 2-3 മിനിറ്റ് സമയം ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തിട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് അരിക്ക് ഞാൻ 2 കപ്പ് വെള്ളം. സിമ്പിൾ ആയിട്ടുള്ളൊരു നെയ്ച്ചോറാണ്, റിസ്ക് ഒന്നുമില്ല. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കുക. ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒക്കെ വെക്കുമ്പോഴേക്കും ഈ വെള്ളം വറ്റും. അതോടുകൂടി നമ്മുടെ ചോറും റെഡിയാവും. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഒരു ലോ ഫ്ലെയിമിലൊരു 3-4 മിനിറ്റ് ഒക്കെ നിൽക്കുമ്പോൾ തന്നെ അത്യാവശ്യം റെഡിയാവും. കൂടിപ്പോയ 5 മിനിറ്റ് ഒക്കെ വേണ്ടി വരുള്ളൂ. ഇപ്പോൾ ഇതാ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചു. ഇനി നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. സുർക്കയൊന്നും അധികം ഒഴിക്കാത്തത് കാരണം മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി വരുമ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഒക്കെ കുറേശ്ശെ മതി. ചെറിയ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ചെയ്യണത്. ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ക്യാരറ്റ്, ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തത്, അതുപോലെ ഈത്തപ്പഴം മിക്സിയിൽ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തത്, അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ മിക്സ് ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ എളുപ്പമുണ്ടല്ലോ, പെട്ടെന്ന് നമുക്ക് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ക്യാരറ്റും ബീറ്റ്റൂട്ടും ഒരേ അളവിലെടുത്തത്, രണ്ടും ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തു. പിന്നെ ഈത്തപ്പഴം ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. അത് വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ആ വെള്ളത്തിൽ തന്നെ മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുത്തു. 1/2 ടീസ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായപ്പൊടി ഒരിത്തിരി ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. ഇത് കണ്ണൂർ ഭാഗത്തൊക്കെ കല്യാണത്തിന് ബിരിയാണിയുടെ കൂടെ കിട്ടുന്ന അച്ചാറാണ്. നല്ല ടേസ്റ്റിയാണ്, മാത്രമല്ല നല്ല ഹെൽത്തിയാണ്. ബീറ്റ്റൂട്ടും അതുപോലെ ക്യാരറ്റൊക്കെ അല്ലേ, പിന്നെ ഈത്തപ്പഴം നല്ല മധുരം ഉണ്ടാവും. വേറെ എക്സ്ട്രാ മധുരമൊന്നും ചേർക്കണ്ട. അപ്പോൾ അതവിടെ റെഡിയായി. ഇത്രയേ ഉള്ളൂ. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ റെഡിയായി. ക്യാരറ്റും ബീറ്റ്റൂട്ടൊക്കെ പെട്ടെന്ന് വേവും ചെയ്യുമല്ലോ. ഇനി നമ്മൾ ഗ്രീൻ പീസ് കുറുമ ഉണ്ടാക്കുകയാണ്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. അതിലേക്ക് ഒരു സവാളയുടെ പകുതി, നമ്മൾ നേരത്തെ ഒരു സവാളയുടെ പകുതി നെയ്ച്ചോറിലേക്ക് എടുത്തത്, ആ ബാക്കിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അതൊന്ന് വഴറ്റിയെടുക്കുകയാണ്. ഒരുപാടങ്ങ് വഴന്ന് ഇതാവൊന്നും വേണ്ട. ഒന്ന് വാടി വരുമ്പോൾ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. മുളകൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. കറി നമ്മൾ വളരെ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, കാരണം 1 കപ്പ് അരി കൊണ്ടാണല്ലോ നമ്മൾ നെയ്ച്ചോറ് വെച്ചത്. അപ്പോൾ ഇതും ഒന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. എല്ലാം ഒന്ന് അത്യാവശ്യം നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങുമ്പോൾ വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ. ഇനി ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ, 1 ടീസ്പൂൺ നിറയെ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല,
1/2 ടീസ്പൂൺ തന്നെ സാദാ മുളക് പൊടി ഇത്ര ഇട്ട് കൊടുത്തു. ഇനി കുരുമുളക് പൊടിയും കൂടിയും വേണമെന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കാം. എരിവ് കൂടും എന്ന് പേടിയുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കും വേണ്ട. ഞാൻ ഇട്ടിട്ടില്ല, കാരണം പച്ചമുളകും ഉണ്ട്, അതുപോലെ മുളക് പൊടി ഉണ്ടല്ലോ. ഒരു തക്കാളി, ചെറിയ തക്കാളി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മളിപ്പോൾ ഈ സമയത്ത് ഇടുന്നില്ല, കാരണം ഗ്രീൻ പീസ് കുക്കറിൽ വേവിക്കുമ്പോൾ മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സമയത്ത് മഞ്ഞൾ ഇടാത്തത്. ഇനി നമ്മൾ കുക്കറിൽ വേവിച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുകയാണ്. ഗ്രീൻ പീസ് നമ്മൾ ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ടാണ് കുക്കറിൽ വേവിച്ചത് കേട്ടോ. ഇനി ഇതിലേക്ക് ക്യാരറ്റും അതുപോലെ പൊട്ടറ്റും സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തത് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതൊക്കെ എത്ര വേണമെന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ചിലർക്ക് ക്യാരറ്റൊക്കെ ഒരുപാട് വരുന്നത് ഇഷ്ടമാണെങ്കിൽ ക്യാരറ്റ് കൂടുതലിടാം. എല്ലാം ഒരു കൈക്കണക്കാണ്, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ അടച്ച് വെക്കുക. കാരണം പൊട്ടറ്റോയും ക്യാരറ്റും വെന്തിട്ടില്ലല്ലോ, അപ്പോൾ അവിടെ കിടന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ ഒരു ചെറിയ പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കുകയാണ്. പൊട്ടറ്റോ അങ്ങനെ ചെറുതായിട്ട് നുറുക്കിയിട്ട് ഉപ്പും മുളകും മഞ്ഞളും, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ മതി, 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ചെറുതായിട്ട് ലോ ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതവിടെ ഒരു സമയത്ത് ആവണ നേരം കൊണ്ട് ഞാൻ കറി ഒന്ന് തുറന്നു നോക്കി. അപ്പം നമുക്ക് ക്യാരറ്റും പൊട്ടറ്റോ ഒന്ന് വേവുക എന്നുള്ളൊരു ഉദ്ദേശമാണുള്ളത്. ഇത് വെജിറ്റബിൾസിൻ്റെ കൂടെ ഈ ഗ്രീൻ പീസ് എല്ലാം കൂടി ഒന്ന് ചേരും വേണം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് തേങ്ങ, അതിലേക്ക് പെരിഞ്ജീരകം ചേർത്താണ് അരച്ചത്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്. പെരിഞ്ജീരകം നിർബന്ധമായിട്ടും ചേർക്കണം, അപ്പോഴാണ് ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ കിട്ടുള്ളൂ. മാത്രമല്ല നമ്മൾ നെയ്ച്ചോറിൻ്റെ കൂടെയാണ് കറി സെർവ് ചെയ്യുന്നത്, അപ്പോൾ ഒരു ഇറച്ചിക്കറിയുടെ ഒരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പെരിഞ്ജീരകം കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച ഉടനെ ഓഫ് ചെയ്യണ്ട, ഇതുപോലെ കുറച്ചൊരു 2-3 മിനിറ്റ് സമയം ഒന്ന് തിളച്ചോട്ടെ. അപ്പോൾ നമ്മുടെ കറിയും റെഡിയായി. ഇപ്പോൾ ആ നേരം കൊണ്ട് ലോ ഫ്ലെയിമിൽ നമ്മുടെ പൊട്ടാറ്റോ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കണ്ടോ, ഇതുപോലെ അങ്ങനെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത്. നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്, അല്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒരു സൈഡ് ഡിഷ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ നമ്മുടെ നെയ്ച്ചോറ്, അതുപോലെ ഗ്രീൻ പീസ് കറി, പിന്നെ നമ്മുടെ അച്ചാർ. ഈ അച്ചാർ ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ കഴിക്കാനായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. എന്നാൽ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കി കഴിച്ചാൽ ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷേ പിറ്റേന്ന് എടുത്ത് കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ 2 അടിപൊളി റെസിപ്പീസും ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ചും ക്യാരറ്റ് ബീറ്റ്റൂട്ട് ചേർത്ത അച്ചാർ അടിപൊളിയാണ്, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക് യു.